വെൽക്കം ടു ടൂസ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, വെക്ടർ ആറ്റം മോഡൽ, എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ഒരു പ്ലം പുഡിംഗ് മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ നീൽസ് ബോറിന്റെ ഒരു മോഡൽ ഉണ്ട്, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്ടർ ആറ്റം മോഡൽ ഉണ്ട്. സോമർഫീൽഡിന്റെ തിയറി ഉപയോഗിച്ചിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള വെക്ടർ ആറ്റം മോഡൽ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആറ്റോമിക് മോഡലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത്. പിന്നീടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിന്റെ ബേസിസിലാണ്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു ആറ്റത്തിന് ക്വാണ്ടൈസേഷൻ എന്നുള്ള ഒരു കാര്യം വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇൻ ആറ്റോമിക് മോഡൽ. അപ്പൊ ക്വാണ്ടൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കപ്ലിംഗിലോട്ട് കിടക്കാൻ പറ്റൂ. അപ്പൊ കപ്ലിംഗിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വാണ്ടൈസേഷൻ എന്നുള്ളത്. അപ്പൊ എന്താണ് ക്വാണ്ടൈസേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. Okay, അപ്പോൾ quantization in the meaning, it is a concept that a physical quantity can have a certain discrete values. നമുക്ക് എല്ലാത്തിലും അറിയാം, ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കറിയാം E is equal to NH nu, എനർജി ക്വാണ്ടൈസ്ഡ് ആയിട്ട് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺസ് ആയിട്ടാണ് എനർജി വരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്വാണ്ടൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് എന്താണ്? എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും, ഇപ്പൊ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇപ്പോ ഒരു 1h കട്ട്, ഒരു എനർജി, 2 എനർജി, 3 എനർജി എന്നുള്ള ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂ അതിനുണ്ടാകും. ഏത് ക്വാണ്ടിറ്റി ആണോ നമ്മൾ ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത് അതിന് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. അതാണ് ക്വാണ്ടൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് that a physical quantity can have only certain discrete values. ഇതാണ് നമ്മുടെ ക്വാണ്ടൈസേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ആറ്റോമിക് മോഡലിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ആംഗുലാർ മൊമെന്റത്തിന് എങ്ങനെയാണ് ഈ ക്വാണ്ടൈസേഷൻ വരുന്നത്, സ്പിൻ മൊമെന്റത്തിന് എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ വരുന്നത്. അങ്ങനെ വരുന്ന ഒരു ടേം ആണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ അതാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. ഓക്കെ, അപ്പോൾ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം ആംഗുലാർ മൊമെന്റം ഉണ്ട്, സ്പിൻ മൊമെന്റം ഉണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്നിലും വരുന്ന ക്വാണ്ടൈസേഷൻ എങ്ങനെയാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആംഗുലാർ മൊമെന്റം ആണ്. സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ മനസ്സിലാക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ആംഗുലാർ മൊമെന്റം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആംഗുലാർ മൊമെന്റം നമുക്കറിയാം ഏതൊരു റൊട്ടേറ്റിംഗ് ബോഡിക്കും, അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഏതൊരു ബോഡിക്കും എന്തുണ്ട്? ആംഗുലാർ മൊമെന്റം ഉണ്ട്. ഏതൊരു ബോഡിക്കാണെങ്കിലും ആംഗുലാർ മൊമെന്റം ഉണ്ട്. ഫോർ എവറി റൊട്ടേറ്റിംഗ് ബോഡി, rotating body, it consists അല്ലെങ്കിൽ it can have angular momentum. ഇപ്പോൾ നമുക്ക് ഒരു ന്യൂക്ലിയസിന് ചുറ്റുള്ള ഒരു ആറ്റത്തിന്റെ കേസ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു ന്യൂക്ലിയസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയസ് ആണ്. അപ്പൊ അതിന് ചുറ്റും ഇങ്ങനെ ആറ്റംസ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ റിവോൾവിംഗ് ഇലക്ട്രോൺസിന് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ ഏതൊരു ബോഡിയും റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആംഗുലാർ മൊമെന്റം ഉണ്ടാവും. അപ്പോ ഈ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ഓർബിറ്റിലാണ്.
ആ ഓർബിറ്റില് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യല്ല, ആക്ച്വലി ഇറ്റ് ഈസ് റിവോൾവിങ്. നമ്മള് സണ്ണിന് ചുറ്റും ഭൂമി റിവോൾവ് ചെയ്യാണ്, റെവല്യൂഷൻ ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. ഇറ്റ് ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്, ഇറ്റ് ഈസ് റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഈ മോഷൻ കൊണ്ട് ഉണ്ടാകുന്ന ആംഗുലാർ മൊമെന്റത്തിനെയാണ് വി കോൾഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റ്. ഈ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ, നമ്മൾ എടുത്തിരിക്കുന്ന ഓർബിറ്റിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ആ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓറിയന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു റൊട്ടേറ്റിംഗ് ബോഡിക്കും ആംഗുലാർ മൊമെന്റം ഉണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ന്യൂക്ലിയസിന്റെ ഒരു ആറ്റോമിക്കിന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ആറ്റം ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. സോ ആ ആറ്റത്തിന് എന്തുണ്ടാവും? ഇലക്ട്രോൺ എന്തുണ്ടാകും? സോ ദാറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോൺ consist or gains orbital angular momentum. Okay, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇൻ an atom, electron is rotating, actually revolving ആണ്, around nucleus. Okay, in an orbit. ഓർബിറ്റിൽ ആയതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ആംഗുലാർ മൊമെന്റത്തിനെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. സോ ആംഗുലാർ മൊമെന്റം ഈസ് കോൾഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ആൻഡ് അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ വെക്റ്റർ ക്യാപിറ്റൽ എൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡയറക്ഷൻ എങ്ങനെയാണ്? ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഓർബിറ്റ്. ഓർബിറ്റിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഇനി അപ്പൊ ഒന്ന്, റെവല്യൂഷൻസ് കാരണമാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് കൊണ്ട്, ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് അതിന് വരുന്ന ആംഗുലാർ മൊമെന്റത്തിനെ നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയും. അതിന്റെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഓർബിറ്റ്. സോറി. സോ നമുക്ക് ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വി നോ ദാറ്റ് ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? L is equal to R cross P എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്കിപ്പോ വെക്റ്റർ ക്വാണ്ടിറ്റി എഴുതണ്ട. L is equal to MVR. ഇതാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഇതാണ് L is equal to MVR. ഓക്കെ, അപ്പൊ ഇവിടെ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇലക്ട്രോൺ ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇലക്ട്രോൺ ആണ്. വാട്ട് ഈസ് R ഹിയർ? R is the distance of electron from the nucleus. Distance of electron from nucleus. ഇതാണ് R എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഒരു ആറ്റത്തിന്റെ ആംഗുലാർ മൊമെന്റം, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബോറിന്റെ ആറ്റോമിക് മോഡലിനനുസരിച്ചിട്ട് ഈ ഓർബിറ്റ്സ് സ്റ്റേഷനറി ആയിട്ടുള്ള ഓർബിറ്റ്സ് ഉണ്ട്. സ്റ്റേഷനറി ആയിട്ടുള്ള ഓർബിറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആംഗുലാർ മൊമെന്റം, ഒരു ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പൊ അത് ബോറിന്റെ ആറ്റോമിക് മോഡൽ ആണ്. സോ അത് നോട്ട് ചെയ്യുക. സോ വാട്ട് ഈസ് ദിസ്? അക്കോർഡിംഗ് ടു ബോർ ആറ്റോമിക് മോഡൽ, സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് പറയുന്നത്, സ്റ്റേഷനറി ഓർബിറ്റ്സ് ആർ ദോസ് orbits in which orbital angular momentum of electron is integral multiple of
h divided by 2 pi. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? L is equal to nh by 2 pi അല്ലെങ്കിൽ നമുക്ക് nh കട്ട് എന്ന് എഴുതാം. h കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h divided by 2 pi ആണ്. അപ്പോൾ മറ്റൊരു ഇക്വേഷൻ നമുക്ക് ആംഗുലാർ മൊമെന്റത്തിന്റെ തന്നെ കിട്ടുന്നത് nh കട്ട്. And what is n here? n നെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? n is principal quantum number. Principal quantum number. And n ന്റെ വാല്യൂ വരുന്നത് എങ്ങനെയാണ്? n is equal to 1, 2, 3 up to infinity. n എന്തുണ്ടാവില്ല? n ഒരിക്കലും 0 ഉണ്ടാവില്ല. n ന്റെ വാല്യൂ 0 വരില്ല. n ന്റെ വാല്യൂ 0 വന്നാൽ what happens? n not is equal to 0. Okay. n ന്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ if n is equal to 0 അതിന്റെ മീനിങ് എന്താണ്? ഇലക്ട്രോൺ ഈസ് falling into nucleus. അപ്പോൾ ആറ്റമേ എക്സിസ്റ്റ് ചെയ്യില്ല. ഇലക്ട്രോൺ ഈസ് falling into nucleus. സോ അത് പോസിബിൾ ആകാത്തത് കൊണ്ട് n 0 വെച്ചിട്ടല്ല പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ. അപ്പോൾ ബോറിന്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു ഓർബിറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പെക്യുലാരിറ്റി? ഇറ്റ്സ് ആംഗുലാർ മൊമെന്റം ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi ഓർ അത് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഇനി ക്വാണ്ടൈസ്ഡ് ആകുക എന്നുള്ള മീനിങ്ങിന് ഈ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്വാണ്ടൈസ്ഡ് ആകുക. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനറി ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് ഇറ്റ് ക്യാൻ നെവർ റേഡിയേറ്റ് എനർജി. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു സ്പെക്ട്രൽ ലൈൻസും കിട്ടില്ല. ഏത് ഓർബിറ്റിലാണ്? സ്റ്റേഷനറി ഓർബിറ്റിൽ. സോ വിച്ച് മീൻസ് ഇലക്ട്രോൺസ് ഇൻ സ്റ്റേഷനറി ഓർബിറ്റ് never radiate energy. Never radiate energy. That is, we will not get any spectral line. Any spectral line. Okay. ഇനി എങ്ങനെയാ സ്പെക്ട്രൽ ലൈൻ കിട്ടുന്നത്? If electron absorbs energy, if electrons absorbs energy and excited to higher state, and when they jump back, energy absorb the energy തിരിച്ചു കൊടുത്തിട്ട് when they jump back to inner orbit, എന്ത് ചെയ്യുന്നു? It radiate energy. It radiate energy. Clear? അപ്പൊ ഇങ്ങനെയാണ് എനർജി സ്പെക്ട്രം ഒക്കെ ഉണ്ടാവുന്നത്. അത് നമ്മൾ സ്പെക്ട്രം സ്റ്റഡീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ സ്റ്റേഷനറി ഓർബിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് നെവർ റേഡിയേറ്റ് എനർജി അൺലെസ് ദ ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ഫ്രം എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു? അത് ഹയർ ലെവലിലോട്ട് എക്സൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് അത് അബ്സോർബ് ചെയ്ത എനർജി പുറത്തേക്ക് കളഞ്ഞിട്ട് അത് ഇന്നർ ഓർബിറ്റിലേക്ക് തിരിച്ച് ജമ്പ് ബാക്ക് ചെയ്യും. ആ പുറത്തേക്ക് വരുന്ന എനർജിയാണ് നമുക്ക് സ്പെക്ട്രൽ ലൈൻ ആയിട്ട് കാണാൻ പറ്റും. അതൊരു വിസിബിൾ റീജിയനിലേക്കാണ് എനർജി വരുന്നത് എങ്കിൽ അതായത് തിരിച്ചു വരുന്ന ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി എന്താണ്? ഏതിന്റെ ആയിരിക്കണം? വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണെങ്കിൽ വി ക്യാൻ സീ ഇറ്റ് ആസ് എ സ്പെക്ട്രം. അല്ലെങ്കിൽ ഏത് ലൈറ്റിന്റെ ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഫ്രീക്വൻസിയുടെ റേഞ്ചിലാണോ ആ പെർട്ടിക്കുലർ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസ് വരുന്നത്. വി വിൽ ഡിസ്കസ് അബൌട്ട് ഇൻ ദ റെഗുലർ ക്ലാസ് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ ഹിയർ സ്റ്റേഷനറി ഓർബിറ്റിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് വെക്റ്റർ ആറ്റം മോഡലിലാണ്. അപ്പൊ എന്താണ് ആറ്റം? ഒരു ആറ്റത്തില് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ആംഗുലാർ മൊമെന്റം ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും.
അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നത് സോമർഫെൽഡ് പറഞ്ഞ ഒരു തിയറിയാണ്. സോമർഫെൽഡ് മോഡൽ അനുസരിച്ചിട്ട് സോമർഫെൽഡ് മോഡൽ, ആ മോഡൽ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡയഗ്രാം വരുന്നത് നോക്കാം. ഇതാണ് സോമർഫെൽഡിന്റെ അറ്റോമിക് ഒരു ഓർബിറ്റലിന്റെ വരുന്നത്, ഒരു ആറ്റം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ന്യൂക്ലിയസ്. അപ്പൊ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ഓർബിറ്റിലാണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റലിന് ഇലക്ട്രോണിന് മൂവ് ചെയ്യാം. ഈ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റലിൽ മൂവ് ചെയ്യാം. ഈ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റലിൽ മൂവ് ചെയ്യാം. സോ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റൽ ഒക്കെ എന്ത് ചെയ്യാം? ദിസ് ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ്. ഇതാണ് സോമർഫെൽഡ് പറഞ്ഞത്. അതായത് ഒരു സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നതിന് പകരം എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? when relativistic correction അതായത് റിലേറ്റിവിറ്റി തിയറി മാസിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ ടു മാസ് ഈസ് അപ്ലൈഡ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? an electron can orbit so electron can orbit in various elliptical orbit. അതായത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ എലിപ്റ്റിക്കൽ ഓർബിറ്റിന് ചുറ്റും ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സർക്കുലർ ഓർബിറ്റിലല്ല, ഈ പറഞ്ഞിരിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ എലിപ്റ്റിക്കൽ ഓർബിറ്റിന് ചുറ്റും ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ വെക്റ്റർ ആറ്റത്തിന്റെ കോൺസെപ്റ്റ് വന്നതിന് കൊണ്ട് രണ്ട് ഫീച്ചേഴ്സ് ആണ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഈ ഇലക്ട്രോൺസിന്റെ ഓർബിറ്റിന് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ കൊടുക്കുക. രണ്ട്, സ്പിൻ ക്വാണ്ടൈസേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോ ഇവിടെ ഇതാണ് സോമർഫെൽഡ് പറഞ്ഞ ഒരു കറക്ഷൻ. സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നതിന് പകരം എല്ലാ പോസിബിൾ ആയിട്ടുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റിലും ഇലക്ട്രോൺ ക്യാൻ ഓർബിറ്റ് or revolve around the nucleus. But as per vector atom model, രണ്ട് ഫീച്ചേഴ്സ് ആണ് വന്നത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. എന്താണ് ഇനി സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്? അതായത് ഈ ഇലക്ട്രോൺസ് cannot have all possible orientation. ചില certain possible orientation മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എലിപ്റ്റിക്കൽ ഓർബിറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ ഇലക്ട്രോൺ സാധിക്കില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മാത്രമേ റിവോൾവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഏതൊക്കെ എങ്ങനെയെല്ലാമാണ് എന്താ പറയാ എങ്ങനെയെല്ലാമാണ് അത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് ഓൺലി certain elliptical orbits. അതായത് ഏത് ഓർബിറ്റിലായിരിക്കണം? ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ക്വാണ്ടൈസ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബോത്ത് ഡയറക്ഷൻ ആൻഡ് മൊമെന്റം. അപ്പൊ എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് orbital angular momentum of an electron in both magnitude and direction. രണ്ടിലും വേണം magnitude and direction is called spatial quantization.
അപ്പൊ അത് പോസിബിൾ ആകുന്ന ഓർബിറ്റ് ഏതാണോ അതിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാനായിട്ട് നടക്കുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ക്വാണ്ടൈസ്ഡ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോൺ ഓർബിറ്റിന്റെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് എന്ത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, ആംഗുലാർ മൊമെന്റം ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്, നമുക്ക് പറഞ്ഞിരിക്കുന്ന ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് L into L plus 1 h cut. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നോക്കി, L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വാണ്ടം നമ്പർ, ഇറ്റ് ഈസ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, ഇറ്റ് ഈസ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആയി. അപ്പോൾ ഒരു ഇലക്ട്രോൺ, നമ്മൾ ചരിച്ച എലിപ്സ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിന്റെ പറഞ്ഞു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആണല്ലോ, ഈ ഓർബിറ്റിന് പെർപെൻഡിക്കുലർ ആണ് ഈ എൽ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് റൂട്ട് ഓഫ് L into L plus 1 h cut. L എന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ ഇതാണ് മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷനിൽ വരുന്ന ക്വാണ്ടൈസേഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്ഷൻ കാണണം. അതായത് ഇവിടെ നമ്മൾ വെക്ടർ L വരച്ചു, Z ഡയറക്ഷനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആംഗുലാർ മൊമെന്റം ഉണ്ടല്ലോ, ആംഗുലാർ മൊമെന്റം നമ്മൾ കൊടുത്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും പ്രിസസ് ചെയ്യും. അതായത് ഒരു പമ്പരം അതിന്റെ ആക്സിസിൽ കറങ്ങുന്നത് പോലെ ഈ ആംഗുലാർ മൊമെന്റം പ്രിസസ് ചെയ്യും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ അറിയാനായിട്ട് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു പ്രൊജക്ഷൻ വരയ്ക്കും. ഇതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രൊജക്ഷൻ വരച്ച് കിട്ടുന്ന ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് Lz is equal to, ഇതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതാം. ഈ ഒരു ക്വാണ്ടിറ്റി വരുന്നത് ഈ Z ഡയറക്ഷനിൽ പ്രിസസ് ചെയ്തത് is equal to ml h കട്ടാണ്. ഇതാണ് ഡയറക്ഷന്റെ ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ വരുന്നത്. ഇത് ഡയറക്ഷന്റെ ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ, ഇത് മാഗ്നിറ്റ്യൂഡിന്റെ ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയസിന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും എന്ത് ചെയ്യുന്നു, പ്രിസസ് ചെയ്യുന്നു. ഓക്കെ, പ്രിസസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ അറിയാൻ നമ്മൾ ആ ബിയിലേക്ക് ഒരു പ്രൊജക്ഷൻ വരയ്ക്കുന്നു. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് നോൺ ആസ് Lz. ഈ വാല്യൂ Lz ആണ്. ആൻഡ് Lz is given by ml h cut. ഇവിടെ ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇനി അതിന്റെ വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, mlന്റെ വാല്യൂ വരുന്നത് -L മുതൽ +L വരെയാണ് വേരി ചെയ്യുന്നത്. സോ ഇൻക്ലൂഡിങ് 0, അത് നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം സ്പിൻ വരുമ്പോൾ വ്യത്യാസം വരും. ഇൻക്ലൂഡിങ് 0 ആൻഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഹാവ് 2L plus 1 വാല്യൂസ്. എത്ര വാല്യൂസ് ഉണ്ടാവും, 2L plus 1 വാല്യൂസ്. അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഈ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആവുക എന്നുള്ളത് മീനിങ് എന്താണ്, ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മീനിങ് ഈസ് ഷേപ്പ്, പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓർബിറ്റ് അറിയാം, എസ് അറിയാം, പി അറിയാം, ഡി അറിയാം. എസിന്റെ ഷേപ്പ് എലിപ്സ് ആണ്, പിയുടെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. അപ്പൊ അങ്ങനെ പെർട്ടിക്കുലർ ഷേപ്പ് കിട്ടാനായിട്ട് കാരണം ഈ ആംഗുലാർ മൊമെന്റം, ഈ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആയതാണ്. അപ്പൊ ഡയറക്ഷൻ മാത്രം ക്വാണ്ടൈസ് ചെയ്താൽ പോരാ, അതിന്റെ മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുള്ളൂ. സോമർഫെൽഡ് പറഞ്ഞ പോലെ എല്ലാ ഓർബിറ്റിലും റിവോൾവ് ചെയ്യില്ല, ആസ് പെർ ഫസ്റ്റ് ഫീച്ചർ. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ആണ്. ഈ സോമർഫെൽഡ് പറഞ്ഞ പോലെ സർക്കുലർ ഓർബിറ്റിൽ അല്ല റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ബട്ട് ആസ് പെർ ടു ഫീച്ചേഴ്സ് ഇൻ വെക്ടർ ആറ്റം മോഡൽ. First feature is spatial quantization. Spatial quantization is that electron can revolve only in certain elliptical orbit, in which those elliptical orbits should be spatially quantized. That means angular momentum, both magnitude and direction of that particular elliptical orbit should be quantized. അതിനെയാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക, ഡയറക്ഷന്റെ ക്വാണ്ടൈസേഷൻ നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് ക്വാണ്ടം നമ്പേഴ്സ് അങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ്, അതുപോലെ നമ്മുടെ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ എടുക്കാം. L is equal to 2 ഞാൻ എടുത്തു. So what about ML? ML is equal to -2, -1, 0, +1, +2. എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3, 4, 5 വാല്യൂസ്. That means 2L plus 1 വാല്യൂസ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. That is 2 into 2 plus 1, 5 വാല്യൂസ്. ശരിയാണല്ലോ? അപ്പോ L is equal to 2 എന്ന് പറയുന്ന ഓർബിറ്റിൽ എത്ര ഓറിയന്റേഷൻസ് ഉണ്ട്? 5 ഓറിയന്റേഷൻസ് ഉണ്ടാകും. സോ ഇലക്ട്രോൺസിന് 5 ഓറിയന്റേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? റിവോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇതാണ് L is equal to 0. ദാറ്റ് ഇസ് ML ന്റെ വാല്യൂ 0 വരുന്നത്, ML ന്റെ വാല്യൂ 1 വരുന്നത്, ML ന്റെ വാല്യൂ 2 വരുന്നത്, ML is equal to -1, ML is equal to -2. അതിന്റെ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ഡയറക്ഷൻ കിട്ടും. -2h കട്ട്, -1h കട്ട്, 0, 1h കട്ട്, 2h കട്ട്. ഇത് അതിന്റെ പ്രൊജക്ഷൻ വരുമ്പോൾ ഡയറക്ഷൻ കിട്ടുന്നത്. ആൻഡ് ഈ വാല്യൂ വരുന്നത് ഇപ്പോൾ ഇവിടെ L is equal to 2 ആയതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ 5 രീതിയിൽ അതിന് ഓറിയന്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എത്രയാണ്? 3 into 6 √6h കട്ട്. ബട്ട് അതിന്റെ ഓറിയന്റേഷൻ പല രീതിയിലാകും. ഇപ്പൊ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ M is equal to 2 ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ML is equal to 2. അപ്പൊ എങ്ങനെയാണ് ഓറിയന്റ് ചെയ്യുക? ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണം, മാത്രമല്ല എലിപ്സ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് എലിപ്സ് ഓറിയന്റ് ചെയ്യുന്നത്. അതേ സമയത്ത് M is equal to 0 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ML is equal to 0 എന്ന് പറയുമ്പോൾ എലിപ്സ് ഇങ്ങനെ വന്നാലേ പെർപെൻഡിക്കുലർ വരുള്ളൂ, പെർപെൻഡിക്കുലർ ആയിട്ട്. ഇനി ML is equal to -1 എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല 5 ഡയറക്ഷനിൽ എന്ത് ഓർബിറ്റ് ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവും. ആ രീതിയിൽ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഡയറക്ഷനിൽ വരുന്നത്. അപ്പൊ ഈ 5 എണ്ണത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോമർഫെൽഡ് പറഞ്ഞ എല്ലാത്തിലും പറ്റത്തില്ല. അപ്പൊ ഈ 5 എണ്ണത്തിൽ റിവോൾവ് ചെയ്യാൻ കാരണം ഇവിടെ ഡയറക്ഷൻ ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്ന ഈ 5 എണ്ണത്തിലാണ്. ഈ 5 എണ്ണത്തിന്റെയും മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്
ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന് എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ പോസിബിൾ ആവുന്നത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം. നെക്സ്റ്റ് ഈസ് അബൌട്ട്, ഇപ്പൊ നമ്മൾ ഒരു ഫീച്ചർ ആണ് പറഞ്ഞത്, സോമർഫെൽഡ് തിയറി ഒരു കറക്ഷൻ കൊണ്ടുവന്നത് വെക്ടർ മോഡൽ ആണ്. എന്താണ് പറഞ്ഞത്? എല്ലാ പോസിബിൾ ഓർബിറ്റിലും റിവോൾവ് ചെയ്യാൻ പറ്റില്ല, സെലക്റ്റഡ് ആയിട്ടുള്ളതേ പറ്റുള്ളൂ. രണ്ട് ഫീച്ചേഴ്സ് ആണ് കാരണം. വൺ ഈസ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ആൻഡ് അതർ ഈസ് സ്പിൻ ക്വാണ്ടൈസേഷൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്പിൻ ക്വാണ്ടൈസേഷൻ ആണ്. സ്പിൻ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുക മാത്രമല്ല, അതിന്റെ ആക്സിസിൽ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. സോ ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ആൻഡ് ആക്സിസ് എങ്ങനെയായിരിക്കണം? ആക്സിസ് പാസ് ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് ഇലക്ട്രോൺസ് സ്പിൻ അബൌട്ട് an axis through its center of mass. Center of mass കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൽ കൂടെയാണ് ആര് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺ. അപ്പോൾ റിവോൾവ് ചെയ്യുന്ന മോഷൻ മാത്രമല്ല, റൊട്ടേറ്റ് ചെയ്യുന്ന മോഷൻ ആണ്. അപ്പോൾ സ്പിന്നിന്റെ റൊട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് സ്പിൻ ആംഗുലാർ മൊമെന്റം. സ്പിൻ ആംഗുലാർ മൊമെന്റം, ക്യാപിറ്റൽ എസ്. ഈ സ്പിൻ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കണം? ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. സ്പിൻ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോത്ത് മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം, അതേപോലെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം, ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആകാൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് കട്ട്. നമുക്ക് എല്ലിന് കിട്ടിയ അതേപോലെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ സ്പിന്നിന്റെ മാഗ്നിറ്റ്യൂഡിനുള്ള ഇക്വേഷൻ. എസ് എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ. എസ് ഇസ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ. ഇനി ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ഫിഗറിൽ രണ്ട് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. വൺ ഈസ് സ്പിൻ അപ്പ് ആണ്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നീങ്ങുകയാണ്. ക്ലോക്ക് വൈസിൽ നീങ്ങുമ്പോൾ സ്പിൻ അപ്പ് ആണ്. സ്പിന്നിന്റെ വാല്യൂ പ്ലസ് 1/2 വരും. ദിസ് ഈസ് സ്പിൻ ഡൗൺ ആണ്. ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആൻഡ് സ്പിൻ വാല്യൂ ഈസ് ഈക്വൽ ടു -1/2. ഇതാണ് രണ്ട് വാല്യൂസ് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ സ്പിന്നർ എന്ത് ചെയ്യുന്നു? ആ ഓർബിറ്റിന് ചുറ്റും പ്രിസസ് ചെയ്യുന്നു. അതിൽ നിന്ന് പ്രൊജക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ SZ is equal to MSH cut. നേരത്തെ നമ്മൾ ML ആയിരുന്നു ആംഗുലാർ മൊമെന്റിന്, ഇവിടെ MS ആണ്. MSന്റെ വാല്യൂ വേരി ചെയ്യുന്നത് 2s+1 വാല്യൂസ് ഉണ്ടാകും, എക്സ്ക്ലൂഡിംഗ് 0 ഇവിടെ കൂട്ടില്ല. എക്സ്ക്ലൂഡിംഗ് 0 ഇവിടെ കൂട്ടില്ല. അപ്പൊ S is equal to half ആണ് നമുക്ക് വരുന്നത്. അപ്പൊ MSന്റെ വാല്യൂ എന്തൊക്കെ വരും? 2 × 1/2 + 1. ഇത് ക്യാൻസൽ ആയിപ്പോയി. എത്ര വാല്യൂ? 2 വാല്യൂസ് വരും. ഏതൊക്കെയാണ് MSന്റെ വാല്യൂസ് എന്ന് പറയുന്നത്? ഒന്ന് ക്ലോക്ക് വൈസ് +1/2, മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് -1/2. അപ്പോൾ ഇങ്ങനെയാണ് സ്പിന്നിന്റെ ക്വാണ്ടൈസേഷൻ വരുന്നത്. അപ്പൊ ഏതൊക്കെ പർട്ടിക്കുലർ ഓർബിറ്റിൽ നടക്കുള്ളൂ? ഒന്ന് എൽ വാല്യൂസ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. ആ ഓർബിറ്റില് ഇലക്ട്രോൺസിന്റെ സ്പിന്ന് ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യും. ഇനി ഈ സ്പിന്നിന്റെ ഡയറക്ഷനും കൂടി ഞാൻ ഫിഗർ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആറ്റം ഉണ്ടെങ്കിൽ അത് പ്രിസസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത ഈസ് ഡയറക്ഷനിലാണെങ്കിൽ എസ് പ്രിസസ് ചെയ്യുന്നു. സോ നമ്മൾ പ്രൊജക്ഷൻ വരച്ചു. പ്രൊജക്ഷൻ വരച്ചിട്ട് കിട്ടുന്നത് ഒന്ന് +H കട്ട് ആണ്. ഇത് സ്പിൻ അപ്പല്ലേ വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രിസസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്താണ് +H കട്ട്/2 ആണ്.
ഇനി അത് താഴത്തേക്കാണ് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ എങ്കിൽ പ്രോസസ് ചെയ്യുന്നത് -h∣. ഇതാണ് സ്പിൻ അപ്പും സ്പിൻ ഡൗണും വന്നിട്ടുള്ള ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്വാണ്ടൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് വന്നത് നമുക്ക് വെക്ടർ ആറ്റം മോഡലിന്റെ മോഡൽ എങ്ങനെയാണ്, എവിടെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിൽ, അതാണ് ഡീൽ ചെയ്തത്. സോമർഫീൽഡ് പറഞ്ഞത് സർക്കുലർ അല്ല എലിപ്റ്റിക്കൽ ആണ്, പക്ഷെ എല്ലാ പോസിബിൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പറ്റില്ല എന്ന് പറഞ്ഞത് വെക്ടർ ആറ്റം മോഡലാണ്. അതായത് ഓർബിറ്റിലെ ഡയറക്ഷനും ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റ് ആയിരിക്കണം. മാത്രമല്ല ആ പർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും രണ്ടും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഈ 4 കണ്ടീഷൻസ് പോസിബിൾ ആയാലേ, അല്ലെങ്കിൽ സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും സ്പിൻ ക്വാണ്ടൈസേഷനും ഒബേ ചെയ്ത ഓർബിറ്റ് ഏതാണോ അതിൽ മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, സോ ഈ ഐഡിയ വയ്ക്കുക. എന്താണ് സ്പിന്ന്, എന്താണ് ആംഗുലാർ മൊമെന്റം, അവിടെ വന്നിട്ടുള്ള മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്, സ്പിന്നിന്റെയും ഇതിന്റെ എല്ലാം വാല്യൂസും ആ കോൺസെപ്റ്റ് പ്രിസസ് ചെയ്യുക എന്ന് പറയുന്നതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഇത് വച്ചിട്ടാണ് കപ്ലിംഗ് സ്കീംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുക. അതുപോലെ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും പറയുക. എങ്ങനെയാണ് ക്ലാസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ബേസിക്സ് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഹയർ ലെവൽ ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്പീഡ് കൂടുന്നുണ്ടോ, എന്ത് കമന്റ്സ് ആണെങ്കിലും യു ക്യാൻ ഓപ്പൺലി ടെൽ us. സോ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. താങ്ക് യു.